രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മത്സരമാണ്, ഒരു മണ്ഡലമാണ് നേമം. അവിടെ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രതിനിധി സാരംഗ് സുധാകരനൊപ്പം ഉണ്ട്. സാരംഗ്, ചോദിക്കാം അദ്ദേഹത്തിന്റെ അവസാനവട്ട പ്രതീക്ഷകൾ. രഞ്ജിത്ത്, നമ്മുടെ ഒപ്പം ചേരുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. നാളെയാണ് കൊട്ടിക്കലാശം. കഴിഞ്ഞു ഏകദേശം. എനിക്കൊരു കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. എങ്ങനെയാണ് മണ്ഡലത്തിലെ പ്രതീക്ഷകൾ? എങ്ങനെയാണ്? അല്ല ദിവസം കുറച്ചായിരുന്നു, അതിൽ സംശയമില്ല. അപ്പോൾ എല്ലാ വീട്ടിലും പോയിട്ട് ജനങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു സങ്കടമുണ്ട്. പക്ഷേ മാക്സിമം ജനങ്ങളെ പോയി കണ്ടു. പിന്നെ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസിൽ പോയി കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് അങ്ങനെ സമയം കിട്ടിയില്ല. കുറച്ചെല്ലാം ഞാൻ ചെയ്തു, അതിൽ ഒരു സങ്കടമുണ്ട്. പക്ഷേ ഒരു നല്ല പ്രചരണം ബി.ജെ.പി നടത്തിയിട്ടുണ്ട്, എൻ.ഡി.എ നടത്തിയിട്ടുണ്ട്. നല്ല കാൻഡിഡേറ്റ്സാണ്, നന്നായി ജനകീയമായ കാൻഡിഡേറ്റ്സാണ്. എല്ലാവരും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ ജയിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഒരു കൃത്യമായൊരു മെസ്സേജ് നമ്മുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നു, ജനങ്ങളത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ദേശീയ നേതാക്കൾ, ഇപ്പോൾ പ്രധാനമന്ത്രി അമിത്ഷാ, എല്ലാവരും ഈ ഒരു മണ്ഡലം നേമം ആണ് വലിയ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് ഈ ഒരു സമയക്കുറവ് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലത്തിൽ തന്നെ കൂടുതൽ പ്രചാരണങ്ങളിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയാണ്? അല്ല, അതല്ല. സമയം കുറവെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, കടമയാണ് എല്ലാവരും പോയി നിയമത്ത് കാണാൻ. ഞാൻ അങ്ങനെ ഒരു അഹങ്കാരമുള്ളൊരു സ്ഥാനാർത്ഥിയല്ല. അത് CPM അവരാണ് താക്കോലും പൂട്ടെല്ലാം എടുത്ത് നടക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി കാണാൻ, ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. അപ്പോൾ 2 ലക്ഷം വോട്ടേഴ്സുള്ളൊരു നിയോജക മണ്ഡലത്തിൽ എല്ലാവരും പോയി കാണുന്നത് അത് നടക്കില്ല, അത് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം ആൾക്കാരെ കാണുന്നു. അതുകൊണ്ട് ആ സമയം അത് ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയല്ലേ എല്ലാവരും പോയി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ നിയോജക മണ്ഡലത്തിൽ അത്ര സമയം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ വന്നു, ഹോം മിനിസ്റ്റർ വന്നു, നഡ്ഡാജി വന്നു, നിതിൻ നബീൻജി വന്നു, നിർമ്മല സീതാരാമൻജി വന്നു. അങ്ങനെ ഞങ്ങളുടെ സെൻട്രൽ ലീഡേഴ്സ് എല്ലാം വന്ന് നന്നായി സഹായിച്ചിട്ടുണ്ട്, നന്നായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ താങ്ക് യു പറഞ്ഞു. കാരണം ഞങ്ങളുടെ ലീഡേഴ്സ് വരുന്നത് ക്രെഡിബിലിറ്റിയുള്ള ലീഡേഴ്സാണ്. അവർ വന്നിട്ട് വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, നാടിൻ്റെ ഭാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മറുവശത്ത് കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് വരുന്നത് DK ശിവകുമാർ, അതുപോലെ ഓരോരോ സ്കാംസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് ജനങ്ങളുടെ തലയിൽ നുണ പറഞ്ഞ് ഓരോരോ സ്കാംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഞങ്ങൾ നന്നായി മുമ്പോട്ട് പോകുന്നു. ഈ വികസനം, നാടിൻ്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി, നാട്ടുകാരുടെ ഭാവിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ മറുവശത്ത് നിങ്ങൾക്കറിയാലോ, ഡീലിൻ്റെ നുണ, FCRൻ്റെ നുണ, പിന്നെ ഓരോരോ കാര്യങ്ങൾ, പഴയ വിവാദ രാഷ്ട്രീയം ഇന്നും കോൺഗ്രസും CPM ചെയ്യുന്നു. ഇപ്പോൾ CPM ആയിക്കോട്ടെ അല്ലെങ്കിൽ UDF ആയിക്കോട്ടെ, അവർ പറയുന്നത് 100 സീറ്റാണ് ഏറ്റവും ആ ലക്ഷ്യം വെക്കുന്ന. 2 പേര് അവകാശപ്പെടുന്ന ആ ഒരു 100 സീറ്റ് തന്നെ ലഭിക്കുമെന്ന്. അപ്പോൾ BJPയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? എത്ര സീറ്റ്? ഞാൻ ഇന്ന് ഏറെ റെസ്പോൺസിബിലിറ്റി പറയുകയാണ്. ഞാൻ വലിയൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല, പക്ഷെ ഞാൻ സാമാന്യ ബുദ്ധിയുണ്ട്. ഞാൻ കുറച്ച് അനാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ്. 2 പേരും 55, 52, 55 മേലെ കടക്കില്ല, അവർ കയറില്ല. അത് 100%. ബാക്കി സീറ്റിൽ എന്ത് നടക്കും എന്നാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അത് നമുക്ക് കാണാം, മെയ് 4-ാം തീയതി കാണാം. ഈ 2 പാർട്ടിക്കും ഒരു മാൻഡേറ്റ് കിട്ടുമെന്ന് അവരും വിചാരിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവർ ചെയ്യുന്നൊരു ഡെസ്പറേഷനാണ്. കോൺഗ്രസ് ഇനിയിപ്പോൾ കഴിഞ്ഞ 10 ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പഠിച്ചാൽ അവർ 100% ഡെസ്പറേറ്റാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവാൻ കഴിയും. എന്തുകൊണ്ട് ഈ ലാസ്റ്റ് മിനിറ്റിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് നുണ പറയുന്നു? FCRൻ്റെ നുണ, പിന്നെ ഡീലിൻ്റെ നുണ പറഞ്ഞ് ജയിക്കാൻ നോക്കുന്ന കോൺഗ്രസ് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് ആ ഡിസംബറിൽ അവരുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ 100 സീറ്റ്. അതൊന്നും നടക്കുന്നില്ല. കാരണം ആൻറ്റി ഇൻകംബൻസി വോട്ട് CPMൻ്റെ എതിരെ, ഈ സർക്കാരിൻ്റെ എതിരെയുള്ള വോട്ടെല്ലാം NDAക്കാണ് വരുന്നത്. വികസനം പ്രതീക്ഷിക്കുന്ന വികസനത്തിൻ്റെ ആവശ്യമുള്ള വോട്ടേഴ്സ് എല്ലാം NDAക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു പഴയ തന്ത്രം ഉണ്ടല്ലോ, മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ, അത് തെലങ്കാനയിൽ നടന്നു. അത് ഇവിടെ നടക്കുന്നില്ല. അത് CPMനും കിട്ടുന്നുണ്ട്, അവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു ഇഷ്യൂ ആണ് കോൺഗ്രസ്സിന്. അപ്പോൾ ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണം. ഈ 2 പാർട്ടീസിനും ഒരു മാൻഡേറ്റ് കിട്ടില്ല. മാൻഡേറ്റിന് ഇപ്പോൾ സാധ്യത NDAക്കാണ്. എത്ര താമര വിരിയുമെന്നാണ് പ്രതീക്ഷ? അല്ല, അത് നമുക്ക് മെയ് 4. ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളല്ല.
അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു നല്ല മാറ്റം ഈ ഇലക്ഷനിൽ വരും. ഈ ഇലക്ഷനാണ് അവസാനത്തെ ഇലക്ഷൻ. 3 മുന്നണീൻ്റെ അവസാനത്തെ ഇലക്ഷൻ ആയിരിക്കും 2026 അസംബ്ലി ഇലക്ഷൻ. ഇത് കഴിഞ്ഞിട്ട് ഫോർമലായിട്ട് 2 മുന്നണികൾ ആയിരിക്കും മത്സരിക്കുന്നത്, രാഷ്ട്രീയം ചെയ്യുന്നത്. ഒന്ന് ഇന്ത്യ അലയൻസിൽ CPM കോൺഗ്രസും, മറുവശത്ത് BJP ലെഡ് NDA. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു ഭരണത്തിലേക്ക് കയറുന്നതിന്, അതായത് വലിയൊരു 3ാം മുന്നണി എന്ന രീതിയിലേക്ക് അടക്കം വലിയ പ്രതീക്ഷകളാണ് വെക്കുന്നത്. അപ്പോൾ ഒരു വികസനം ആണ് പ്രധാനമായും പ്രകടന പത്രികയിൽ അടക്കം വലിയ വാഗ്ദാനങ്ങളുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്നത്, അതായത് കിഫ്ബി വഴി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ കൃത്യമായി എത്തിക്കുക. അല്ല, നോക്കൂ, ഇതിപ്പോ പറയാൻ വാഗ്ദാനം കൊടുക്കാൻ ആർക്കും വലിയ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിച്ച് കൃത്യമായി ആർക്കാണ് ഒരു ട്രാക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കാൻ ട്രാക്ക് റെക്കോർഡാണ്. നമ്മളിപ്പോൾ 12 കൊല്ലം നരേന്ദ്രമോദിജിൻ്റെ സർക്കാർ കണ്ടിട്ടുണ്ട്, 10 കൊല്ലം പിണറായി വിജയൻജിയുടെ സർക്കാർ കണ്ടിട്ടുണ്ട്, അതിനു മുമ്പ് 10 കൊല്ലം UPA സർക്കാർ കണ്ടു. ആര് എന്ത് ചെയ്തു ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങളെ അവസരം കൊടുക്കുമ്പോൾ ആരാണ്, ഏത് പാർട്ടിയാണ് ശരിക്കും അവരുടെ വാഗ്ദാനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, ആ വാക്ക് പാലിക്കുന്നത് ഏത് പാർട്ടി, ഏത് മുന്നണിയാണെന്ന് UPA ആണോ, അത് UPA UDF ആണോ, CPM LDF ആണോ, BJP NDA ആണെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. 12 കൊല്ലം നരേന്ദ്രമോദിജി ഭരിച്ചു, 10 കൊല്ലം പിണറായി വിജയൻ ഭരിച്ചു, അതിനു മുമ്പ് 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ആര് എന്ത് ചെയ്തു എന്ന് ജനങ്ങൾക്ക് അറിയാമല്ലോ. ഒപ്പം തന്നെ എല്ലാ പ്രാവശ്യവും ഇലക്ഷൻ സമയത്ത് വിവാദം ഉണ്ടാവും. ഇത്തവണ ഡീൽ വിവാദമാണ്. ഒപ്പം SDPയുടെ പിന്തുണയടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്തിനും UDF-നും തിരിച്ചടിയാവുമെന്ന് തോന്നുന്നു. അല്ല, അതാണ് എല്ലാ ഇലക്ഷനിലും വിവാദമാണ്, വികസനത്തിൻ്റെ ചർച്ചയല്ല. അപ്പോൾ ഈ ഇലക്ഷനാണ് ആദ്യമായി ഒരു ഇലക്ഷനിൽ വികസനത്തിനെ കുറിച്ച് നല്ലൊരു ശക്തമായ ചർച്ച നടക്കുമ്പോഴാണ് കോൺഗ്രസ് ഒന്നും പറയാൻ കിട്ടുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഡീല്, അവർ പറഞ്ഞു അതല്ലേ ഇവരെ നുണ. ഇത് പറയുന്നത് ആരാണ്? DK ശിവകുമാർ പറഞ്ഞതാണ്, ഖർഗെ. ഇവർ 2 പേരാണ് ഏറ്റവും വലിയ ലാൻഡ് ഗ്രാബേഴ്സ് കർണാടകയിൽ. ഇവിടെ വന്നിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണോ? നോക്കൂ, ആര് തമ്മിലാണ് ഡീല്? കോൺഗ്രസ് CPM തമ്മിൽ ഒരു ഒഫീഷ്യൽ ഡീലുണ്ട്, തമിഴ്നാട്ടിൽ ഡീലുണ്ട്, പുതുച്ചേരി ഡീലിൽ 27 സംസ്ഥാനം 8 യൂണിയൻ ടെറിട്ടറീസ് ഡീലുള്ള 2 പാർട്ടീസാണ്. പിന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസ് തമ്മിൽ എന്താണ് ഡീൽ എന്ന് പറയണം, അവർ പറഞ്ഞിട്ടല്ലോ. പിന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താ ഡീല്? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ആക്കുവോ? അവർക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ, ഇന്നല്ല ഇനി ഭാവിയിൽ ജനങ്ങളൊരു അവസരം കൊടുത്താൽ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിനെ ആക്കുവോ, MLA ആക്കുവോ? മുസ്ലിം ലീഗിന് എത്ര മന്ത്രിമാർ കൊടുക്കും? 5 ആണോ 6 ആണോ? എഡ്യൂക്കേഷൻ മന്ത്രി മുസ്ലിം ലീഗ് ആവണമെന്നും മുസ്ലിം ലീഗിൻ്റെ നിർബന്ധം, അതിനെക്കുറിച്ച് എന്താണ് ഡീൽ? ഇതെല്ലാം ചർച്ച ചെയ്യേണ്ടത്. ഡീല് കോൺഗ്രസും മുസ്ലിം ലീഗ് തമ്മിലാണ്, ഡീല് കോൺഗ്രസും ജമാഅത്ത് തമ്മിലാണ്, ഡീല് മുസ്ലിം ലീഗ് ജമാഅത്ത് തമ്മിലാണ്, ഡീല് കോൺഗ്രസ് CPM തമ്മിലാണ്. ഇതിനെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് സാരംഗ് സുധാകരനൊപ്പം ചേർന്നത്. 55 സീറ്റിന് മുകളിൽ കേരളത്തിൽ ഇടതും വലതും എത്തില്ല, അവിടെയാണ് BJP നിർണായക ശക്തിയാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇത്തവണ 3 മുന്നണികൾ മത്സരിക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ കേവലം 2 മുന്നണികൾ മാത്രമാണ് പരസ്പരം പോരാടാനുണ്ടാവുക. ഒന്ന് ഇന്ത്യ സഖ്യവും മറ്റൊന്ന് NDA സഖ്യവും. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.